തിരുവനന്തപുരം വർക്കല ചെമ്മുരുതിയിൽ കിണർ വെള്ളം മലിനമായതിനെ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ. വെള്ളത്തിൽ രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം. ചെമ്മുരുതി 10-ാം വാർഡിലെ 20-ലധികം വീടുകളിലെ കിണറുകളാണ് മലിനമായത്. വർക്കല ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലാണ് പ്രതിഷേധം. 10-ാം വാർഡിലെ 40-ലധികം വരുന്ന കുടുംബാംഗങ്ങളാണ് പ്രത്യക്ഷ സമരത്തിൽ അണിനിരുന്നത്. കിണറുകളിലെ വെള്ളത്തിലെ ആസിഡ് സാന്നിധ്യം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ഈ വെള്ളത്തിന് എന്തോ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പച്ചവെള്ളം കുടിക്കില്ല, കൊച്ചുങ്ങൾ ഉള്ളത് കൊണ്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിക്കുന്നത്. അപ്പം അടുത്ത വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞു, അവർ പച്ചവെള്ളം കുടിക്കുന്നവർക്ക് അത് മനസ്സിലായി. പൊടി കൊച്ചുങ്ങളും ഞങ്ങൾ രണ്ടുപേരും വയ്യാത്തവരാണ്, പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നാറ്റം കാരണം പിന്നെ ആ വെള്ളം എടുത്തില്ല. അന്ന് മുതൽ ഒരു 1.5-2 മാസമായി വെളിയിൽ നിന്ന് ടാങ്കിൽ വെള്ളം അടിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതിനൊരു കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി തിരുവനന്തപുരത്തുണ്ട്, NIAST. ഞാൻ ഡയറക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. അവർക്ക് ഇവിടെ വന്ന് ഇത് ചെക്ക് ചെയ്യാനുള്ള താല്പര്യമുണ്ട്. പക്ഷേ പഞ്ചായത്ത് ഓഫീസിൽ നിന്നോ ആരോഗ്യ വകുപ്പിൽ നിന്നോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നോ അവർക്കൊരു ഡയറക്ഷൻ ചെല്ലണം. ഇത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു മൂന്നാം പാർട്ടി ഇതിൽ പരിശോധിച്ചാൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുത്തുള്ളൂ. ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ആൾ വന്ന് 2-3 കിണറുകളിലെ വെള്ളം സാമ്പിൾ ശേഖരിച്ച് കൊണ്ടുപോവുകയുണ്ടായി. ആസിഡിൻ്റെ അംശം ഈ കിണറുകളിൽ ധാരാളം കലർന്നിട്ടുണ്ടാകുന്നതാണ് ആ ടെസ്റ്റ് റിസൾട്ട് നമുക്ക് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നീതി കിട്ടണം. നമ്മുടെ ആ കുടുംബങ്ങൾക്ക് ബദൽ സംവിധാനം ഉണ്ടാവണം. അവർക്ക് കുടിവെള്ളം വേണം. കാര്യം എല്ലാ പാവപ്പെട്ട ആളുകൾക്കും സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാഹനങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് ഉപയോഗിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത പാവം ജനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചെമ്മരുതി മുട്ടപ്പാലം ബംഗ്ലാവ് മുക്കിലെ റെസിഡൻസ് ഏരിയയിലെ കിണറുകളാണ് മലിനമായത്. അസഹ്യമായ ദുർഗന്ധവും രുചി വ്യത്യാസവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വെള്ളത്തിൽ ആസിഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. സ്ഥലത്ത് ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയെങ്കിലും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടായില്ല. സമീപ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ പ്രിന്റിംഗ് പ്രസിൽ നിന്നാണ് രാസവസ്തുക്കൾ കിണറിലേക്ക് ഇറങ്ങുന്നതെന്നാണ് സമീപവാസികളുടെ പരാതി. എന്നാൽ വിഷയത്തിൽ അന്വേഷണം നടത്തുവാനോ നടപടിയെടുക്കുവാനോ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജനം, തിരുവനന്തപുരം.